സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മലയാളികൾക്കുള്ള സമ്മാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആകെ പദ്ധതി ചെലവിന്റെ 2/3 ഭാഗവും വഹിക്കുന്നത് കേരള സർക്കാരാണെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രതിപക്ഷ നേതാവിനെ തുറമുഖ കമ്മീഷനിംഗിന് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാർ ആണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മലയാളികൾക്കുള്ള സമ്മാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് എന്നും ആകെ പദ്ധതി ചെലവിന്റെ 2/3 ഭാഗവും വഹിക്കുന്ന കേരള സർക്കാരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ്. ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾക്കാകെയുള്ളത്. ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല. ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. തുറമുഖ കമ്മീഷനിങ്ങിന് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച പട്ടികയിൽ വി.ഡി. സതീശനുണ്ടെന്ന് വ്യക്തമാക്കി. കേരളത്തിന്റെ ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖർ ഇല്ല എന്നും BJP അധ്യക്ഷനെ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട്. ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക. അതാണ് നടക്കുന്നത്. ഞങ്ങളിവിടെ LDF കൺവീനർ TP രാമകൃഷ്ണയോ CPIM സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയോ CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെയോ ഒന്നും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം സർക്കാരിന്റെ വാർഷിക പരിപാടി ബഹിഷ്കരിക്കുന്നതിൽ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു. ഒരു കൂട്ടർ പരിപാടി ബഹിഷ്കരിക്കുന്ന ഘട്ടത്തിലാണ് ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതെന്നും പറഞ്ഞു. ധനപ്രതിസന്ധി മറികടന്ന് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ദുഷ്പ്രചാരണങ്ങൾ കൊണ്ട് സർക്കാരിനെ ഇല്ലാതാക്കാമെന്ന് ചിലർ കരുതുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.